ഈ എറണാകുളത്ത് ഇത്രയും നല്ല സൂപ്പർ സ്ഥലമുള്ളത് സത്യം പറയാൻ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. എറണാകുളം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വലിയ സിറ്റി കാര്യങ്ങളൊക്കെ അല്ലേ, പക്ഷേ ഈ കടമക്കുടിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണെന്നറിയാമോ. എൻ്റെ എറണാകുളത്തെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുള്ളതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കടമക്കുടി വരെ പോകാമെന്ന് വിചാരിച്ചു. രാവിലത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. എൻ്റെ പൊന്നോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഈ ഒരു സമയത്താണ് ഇവിടെ വരേണ്ടത്. രാവിലെ ആ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശി, എൻ്റെ പൊന്നോ, എന്തോ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. രാവിലെ ഒരു 6 മണി 6:30 ടൈമിലുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. രാവിലെ തന്നെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈവനിങ് ഒക്കെ ഇവിടെ ആളുണ്ടാവുള്ളൂ. പക്ഷെ രാവിലത്തെ ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ കടമക്കുടിയിലെ രാവിലത്തെ വിശേഷമാണ് ഗൈസ്. നല്ല സൺസെറ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു നിങ്ങൾ കാണുന്നുണ്ടല്ലേ ഈ ഒരു വ്യൂ, എൻ്റെ ദൈവമേ, എന്ത് രസമാണല്ലേ. നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി തോന്നും. അത്രയ്ക്ക് രസമാണ് ഇവിടെ കാണാൻ വേണ്ടി. പിന്നെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പേര് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ നമ്മുടെ ഇവിടെ കുറച്ച് മീനൊക്കെ പിടിക്കുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞങ്ങളിങ്ങനെ പെർമിഷനൊക്കെ വാങ്ങി കുറച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഒരു പാതയുണ്ട് കേട്ടോ. അതുവഴി നടക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ പോവുകയാണ്. നല്ലൊരു രസം തോന്നിയപ്പോഴത്തേക്ക് അവരോട് ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ നടക്കാൻ പോയതാണ് കേട്ടോ. നല്ല രസമില്ല. ഇതിൻ്റെ അങ്ങ് അറ്റം വരെ പോകുമ്പോൾ അതിൻ്റെ അറ്റത്തൊരു വീടുണ്ട് കേട്ടോ. അവിടെ വരെ പോകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഗ്രഹിച്ച് ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ ശരി പൊയ്ക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. കണ്ടോ, ഈ ചേട്ടൻ അവിടെ മീൻ പിടിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലയെന്ന് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വ്യൂ കണ്ടോ, ചെറിയൊരു വീട്, അതിൻ്റെ അവിടെ കുറേ ഒരു വള്ളം കിടക്കുന്നത് കണ്ടോ. പിന്നെ 2-3 തെങ്ങൊക്കെ, എന്ത് രസമല്ലേ. എൻ്റെ പൊന്നു, എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നടക്കാൻ വേണ്ടി പോകണം ഗൈസ്. ഇവിടെ അറ്റം വരെ നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് മീനും കാര്യങ്ങളൊക്കെ ആ ചേട്ടന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചേട്ടന്മാർ നമുക്ക് റേറ്റ് കുറച്ച് നമുക്ക് തരുകയൊക്കെ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം.